സർ, അമേരിക്കയിൽ പുതുവർഷ ആഘോഷത്തിനിടയ്ക്ക് ജനക്കൂട്ടത്തിനിടയിലേക്ക് പിക്കപ്പ് ട്രക്ക് ഇടിച്ചു കയറ്റി 10 പേരോളമാണ് കൊല്ലപ്പെട്ടത്. ഷംസുദ്ദീൻ ജബ്ബാറാണ് വണ്ടി ഓടിച്ചത്. ഇയാളെ കൊലപ്പെടുത്തി. ഇയാൾ ആരാ, എന്താ? ഷംസുദ്ദീൻ ജബ്ബാർ ആണ് ഈ പിക്കപ്പ് ട്രക്ക് ഡ്രൈവർ. കഴിയുന്ന ന്യൂ ഓർലിയൻസിൽ പുതുവത്സര ബോർബോൺ സ്ട്രീറ്റ് ന്യൂ ഓർലിയൻസിൽ കഴിയുന്നത്ര ആളുകളെ കൊല്ലണം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അദ്ദേഹത്തിൻ്റെ ട്രക്കിൽ നിന്ന് ഒരു IS-ൻ്റെ പതാക, ഇസ്ലാമിക് സ്റ്റേറ്റ് പതാക കിട്ടിയിട്ടുണ്ട്. ഇത് സംഭവം നടന്നപ്പോൾ തന്നെ അവിടുത്തെ മേയർ പറഞ്ഞിരുന്നു ഇത് ഭീകര ടെററിസ്റ്റ് അറ്റാക്ക് ആണെന്ന് പറഞ്ഞിരുന്നു, ഭീകര ആക്രമണമാണെന്ന് പറഞ്ഞിരുന്നു. 10 പേര് കൊല്ലപ്പെട്ടു, ഒരു ഡസൻ അതിൽ കൂടുതൽ ആളുകൾക്ക് പരിക്കും പറ്റിയിട്ടുണ്ട്. ഈ 42 വയസ്സാണ് ഇങ്ങേർക്ക് ഷംസുദ്ദീൻ ജബ്ബാറിനുള്ളത്. ഈ ജബ്ബാറിനെ പറ്റി FBI ആണ് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിക്കപ്പ് ട്രക്ക് ഇയാൾ ന്യൂ ഓർലിയൻസിലെ ബോർബോൺ സ്ട്രീറ്റിൽ പുലർച്ചെ 3:15 ആളുകൾ കൊണ്ടാടുമ്പോഴാണ്, പുതുവത്സരാഘോഷം നടത്തുമ്പോഴാണ് ആ തിരക്കിൻ്റെ ഇടയിലേക്ക്, ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലേക്ക് ഇടിച്ചു കയറ്റിയത്. അപ്പോൾ ഈ ജബ്ബാർ ആരാണെന്നുള്ളതാണ്. 42 വയസ്സുള്ള അമേരിക്കൻ പൗരൻ, ടെക്സസ് അവിടെയാണ് ജനിച്ചത്. അമേരിക്കൻ ആർമിയിൽ ഇയാൾ കുറച്ചു കാലം ജോലി ചെയ്തതായിട്ട് ദ സൺ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ട്രക്ക് ഇടിച്ച് കയറ്റി ആളുകളെ കൊല്ലുമ്പോൾ അയാളും കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഒരു ചാവേർ. സാധാരണ IS ആക്രമണത്തിലൊക്കെ പല സ്ഥലത്തും ചാവേറുകൾ ഉപയോഗിക്കുമല്ലോ, അങ്ങനെ ഉപയോഗിക്കപ്പെട്ടിട്ടുള്ള ഒരു ചാവേറാണ് ഇയാൾ. പോലീസ് വെടിവെച്ച് കൊഴുത്തുകായിരുന്നു ഇയാളെ. കാരണം ഇയാൾക്ക് കുറെ കൂടി ആളുകളെ കൊല്ലണം എന്നുണ്ടായിരുന്നല്ലോ. എന്നാലും ഒരു ശുഹദാവായിട്ട് മറ്റേ സ്വർഗത്തിലേക്ക് പോയി ഹൂറികളുടെ കൂടെയൊക്കെ താമസിക്കാൻ പറ്റുള്ളൂ. അത് പോലീസിൻ്റെ വെടിവെപ്പിൽ ആ ആഗ്രഹം ഇടയ്ക്ക് വെച്ച് തകർന്നു പോയി. അങ്ങനെ വെടിവെക്കുന്നതിനെ തുടർന്ന് 2 പോലീസ് ഓഫീസർമാർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. ഈ ദൃക്സാക്ഷികൾ പറയുന്നത് ഷംസുദ്ദീൻ ജബ്ബാർ ട്രക്കിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് കണ്ടു. അത് കഴിഞ്ഞ് ഇയാൾ തോക്കുമായിട്ട് ഈ ആൾക്കൂട്ടത്തിൻ്റെ അകത്തേക്ക് കയറി വെടിവെക്കുകയാണ് ചെയ്യുന്നത്. കണ്ടവരെയൊക്കെ വെടിവെക്കുക. അത് പല മറ്റേ ഭീകരാക്രമണങ്ങളിലും ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പലയിടത്തും നേരെ ഇങ്ങനെ വെടിവെച്ചുകൊണ്ടിരിക്കും. ട്രക്കിന് പുറത്തേക്ക് വന്നിട്ട് മറ്റേ ഇയാൾക്ക് ഈ ശരീരമാസകലം മൂടുന്ന മറ്റേ ഇതുണ്ടായിരുന്നു, എന്താണ്, ഡ്രസ്സോ? അതെ, ഈ വെടിയുണ്ട ഏൽക്കാത്ത വിധമൊക്കെയുള്ള ഫുൾ ബോഡി ആമർ ഉണ്ടായിരുന്നു. കവചിതമായിരുന്നു ശരീരം. അപ്പം പ്ലാൻഡ് ആയിരുന്നു വ്യക്തമാണ്. അതെ, അങ്ങനെ വന്നിരിക്കുന്നതാണ്. അയാളുടെ കയ്യിൽ ഒരു അസോൾട്ട് റൈഫിൾ ഉണ്ടായിരുന്നു. ട്രക്കിൻ്റെ പുറകിൽ ഒരു IS കൊടി ഉണ്ടായിരുന്നു. പിന്നെ അപ്പോൾ ഈ ടെറർ ഇയാളുടെ ലിങ്ക് IS-ഉമായിട്ടായിരിക്കണമല്ലോ, ഇസ്ലാമിക് സ്റ്റേറ്റ് ആയിരിക്കണമെന്ന് കരുതുന്നു. ഇയാളുടെ ബാക്കി പശ്ചാത്തലങ്ങളും ഒക്കെ ഇപ്പോൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. പോലീസ് സൂപ്രണ്ട് ആൻ കിർക്ക്പാട്രിക് പറഞ്ഞത് വലിയ സ്പീഡിലാണ് ഇയാൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്, കഴിയുന്നത്ര ആളുകളെ കൊല്ലണം എന്നുണ്ടായിരുന്നു പോലീസ് സൂപ്രണ്ടും പറയുന്നുണ്ട്. ഈ ബോർബോൺ സ്ട്രീറ്റിൽ ഈ ആഘോഷം നടക്കുന്ന തെരുവിൽ 300 പോലീസ് ഓഫീസർമാർ ഡ്യൂട്ടിയിലുണ്ടായിരുന്നു. എന്നിട്ടും ഇങ്ങനെ നടന്നു. ഇത് ഈ പുതുവത്സര ആഘോഷങ്ങൾക്ക് വളരെ പ്രസിദ്ധി കേട്ട, ആഗോളമായി തന്നെ ഒരു പ്രസിദ്ധി കേട്ട തെരുവാണ് ഈ ബോർബോൺ സ്ട്രീറ്റ്. നമ്മുടെ നാട്ടിൽ ഈ ഫോർട്ട് കൊച്ചി ഒക്കെ പോലെ തന്നെ അറിയപ്പെടുന്ന ആൾ. FBI ഒരു പ്രസ്താവന, പത്രക്കുറിപ്പ് പോലെ പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. അതിൽ പറഞ്ഞിട്ടുണ്ട്, രാവിലെ പുലർച്ചെ ഒരാൾ ഇങ്ങനെ കാറ്
ബൂർബോൺ സ്ട്രീറ്റിൽ, ന്യൂ ഓർലിയൻസിലെ ബൂർബോൺ സ്ട്രീറ്റിലേക്ക് ഇടിച്ച് കയറ്റി. അത് കഴിഞ്ഞ് അതിലൊരുപാട് പേര് കൊല്ലപ്പെട്ടു. അയാൾ അത് കഴിഞ്ഞ് പോലീസുകാരുമായിട്ട് ഏറ്റുമുട്ടി കൊല്ലപ്പെട്ടു. FBI ആണ് ഇത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ മറ്റ് സംഘടനകളുമായി, പോലീസ് സംഘടനകളുമായിട്ട് ബന്ധപ്പെട്ട് ഇതൊരു ഭീകരത എന്നുള്ള നിലയ്ക്കാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു. ന്യൂ ഓർലിയൻസിൻ്റെ മേയർ ലാറ്റോയ കാൻട്രൽ പറഞ്ഞിട്ടുണ്ട് ഇത് ഭീകര ആക്രമണമാണ് എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഈ ട്രംപ് ലാസ് വേഗാസ് ഹോട്ടൽ, അവിടെ ഈ പുതുവത്സരത്തിന് ഒരു ആഘോഷം ഉണ്ടായിരുന്ന സമയത്ത് ഒരു ടെസ്ല ട്രക്ക് ഉണ്ടായിരുന്നു കുഴപ്പം പിടിച്ചത്. അത് ന്യൂയോർക്കിലെ ന്യൂ ഓർലിയൻസിൽ ആക്രമണം നടത്തിയ പിക്കപ്പ് ട്രക്കുമായിട്ട് ബന്ധമുള്ളതായിട്ട് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ഈ ട്രംപ് ലാസ് വെഗാസ് ഹോട്ടലിൻ്റെ പുറത്ത് ഒരു സ്ഫോടനം നടന്നിരുന്നു. അതിലാണ് ടെസ്ല ട്രക്ക് ഉപയോഗിച്ചിരുന്നത്. ആ ടെസ്ല സൈബർ ട്രക്ക് സ്ഫോടനം നടന്നത് ജനുവരി 1 തന്നെ. അപ്പോൾ 2 ട്രക്ക് സ്ഫോടനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ന്യൂ ഓർലിയൻസ് മാത്രമല്ല, ട്രംപ് ലാസ് വെഗാസ് ഹോട്ടലിൻ്റെ പുറത്ത് ടെസ്ല സൈബർ ട്രക്ക് സ്ഫോടനവും നടന്നിട്ടുണ്ട്. അതും ഭീകരാക്രമണമായിട്ടാണ് കരുതുന്നത്. അതിൽ 7 പേര് അവിടെ ആ ഹോട്ടലിന് പുറത്ത് നിന്നിരുന്ന 7 പേർക്ക് പരിക്ക് പറ്റുകയാണ് ചെയ്തത് ആ ട്രക്ക് സ്ഫോടനത്തിൽ. അപ്പോൾ ഈ ISIS കൊടിയുമായിട്ടാണല്ലോ ഈ ജബ്ബാർ, മറ്റേ ഷംസുദ്ദീൻ. അപ്പോൾ മറ്റേ അതും ഈ സൈബർ ട്രക്ക് രണ്ട് ആക്രമണങ്ങൾ രണ്ടും തമ്മിൽ ബന്ധമുള്ളതായിട്ടാണ് അന്വേഷണ ഏജൻസികൾ. അതായത് ISന്റെ സ്ലീപ്പർ സെല്ലുകൾ 2 പേരെ ഇറക്കി വിട്ടിരിക്കുന്നു, 2 ട്രക്കുകളെ 2 സ്ഥലത്തായിട്ട് ഇറക്കി വിട്ടിരിക്കുന്നു. ലാസ് വെഗാസ് മെട്രോപൊളിറ്റൻ ഷെരീഫ് കെവിൻ മഹിൽ പറഞ്ഞു, ISുമായിട്ട് ലാസ് വെഗാസ് ഹോട്ടലിൻ്റെ പുറത്തെ ഉള്ളതിന് ബന്ധമൊന്നും ഉള്ളതായിട്ട് കരുതുന്നില്ല എന്നാണ് അവിടുത്തെ മെട്രോപൊളിറ്റൻ ഷെരീഫ് പറയുന്നത്, ലാസ് വെഗാസിലെ. പക്ഷേ അന്വേഷകർ പറഞ്ഞിരിക്കുന്നത് ടെസ്ല ട്രക്ക്, ഈ ലാസ് വെഗാസിൽ സ്ഫോടനത്തിൽ ഉപയോഗിച്ച ടെസ്ല ട്രക്ക് ടൂറോ ആപ്പ് വഴി വാടകയ്ക്കെടുത്തതാണ്. ടൂറോ ആപ്പ് വഴി വാടകയ്ക്കെടുത്തൊരു ട്രക്കാണ് ലാസ് വെഗാസിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ടൂറോ ആപ്പ് വഴി തന്നെയാണ് ന്യൂ ഓർലിയൻസിലെ ആക്രമണത്തിന് ഉപയോഗിച്ച ട്രക്കും പിക്കപ്പ് ട്രക്കും വാടകയ്ക്കെടുത്തത്. ഇതൊന്നും സ്വന്തമല്ല, രണ്ടും വാടകയ്ക്കെടുത്തിട്ട് ആക്രമണം നടത്തിയിരിക്കുകയാണ് പുതുവത്സര ആഘോഷത്തിൽ. അപ്പോൾ ന്യൂയോർക്ക് പോസ്റ്റിൽ റിപ്പോർട്ട്, അപ്പോൾ അത് വെറുതെ ആകസ്മികതയായിട്ട് കരുതാൻ പറ്റില്ല, രണ്ടും ഒരേ ആപ്പ് വഴി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ബൈഡനും ഇതിൻ്റെ അകത്ത് ഭീകര ബന്ധമുണ്ടോ എന്ന് അന്വേഷിക്കുന്നതായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒന്നും റൂൾ ഔട്ട് ചെയ്യുന്നില്ല, ISുമായിട്ടുള്ള ബന്ധം റൂൾ ഔട്ട് ചെയ്യുന്നില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. ആ സൈബർ ട്രക്കിൽ ലാസ് വെഗാസിൽ ആക്രമണത്തിന് ഉപയോഗിച്ച ട്രക്കിൽ മോർട്ടാർ പോലുള്ള സ്ഫോടനങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് കരുതിയിരിക്കുന്നത്. അത് സ്ഫോടനം എങ്ങനെയായിരുന്നു, റിമോട്ടായിരുന്നോ അല്ലാതെ ആയിരുന്നോ എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഈ മറ്റ് സോറോസിൻ്റെ ആളുകളൊക്കെ ഈ ടെസ്ല ട്രക്കാണല്ലോ. അപ്പോൾ ടെസ്ല ട്രക്ക് ആയതുകൊണ്ട് എലോൺ മസ്കിന് വല്ല ബന്ധമുണ്ടോ എന്നൊക്കെ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് ഡീപ് സ്റ്റേറ്റിൻ്റെ ആളുകളൊക്കെ. അസംബന്ധമാണല്ലോ അത്. ഇറ്റ് ഈസ് എ ടെസ്ല ട്രക്ക് ആൻഡ് വി നോ ദാറ്റ് എലോൺ മസ്ക് ഈസ് വർക്കിംഗ് വിത്ത് പ്രസിഡന്റ്-എലക്ട് ട്രംപ് ആൻഡ് ഇറ്റ് ഈസ് ദ ട്രംപ് ടവർ എന്ന് പറഞ്ഞിട്ട് ചില ആളുകളൊക്കെ ഇപ്പോൾ പറഞ്ഞു തുടങ്ങുന്നുണ്ട്. അപ്പോൾ 2 സ്ഫോടനങ്ങൾ അമേരിക്കയിലുണ്ടായി. 2 സ്ഫോടനങ്ങളിൽ ഈ ന്യൂ ഓർലിയൻസിലെ ആക്രമണത്തിന് ഉപയോഗിച്ച ട്രക്കിൽ IS പതാക പുറകിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ആകസ്മികതയല്ല, അയാൾ ടെററിസ്റ്റാണ് ജബ്ബാർ എന്നുള്ളത് വെളിവായിട്ടുണ്ട്. അപ്പോൾ ഈ ആഘോഷ പരിപാടികൾക്കിടയിൽ ട്രക്ക് ഇടിച്ച് കയറ്റുക, എന്നിട്ട് പരമാവധി ആളുകളെ കൊല്ലുക എന്നൊക്കെയുള്ളൊരു ഇസ്ലാമിക് ടെററിസത്തിൻ്റെ ലക്ഷ്യം തന്നെ അതാണല്ലേ? അതെന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിലും
ചില ഇസ്ലാമിക സംഘടനകൾ പുതുവത്സരാഘോഷത്തിനെതിരെ ഫത്വ ഇറക്കിയിരുന്നു. ഇത്തരം ആഘോഷങ്ങളൊന്നും പാടില്ല, അത് ഇസ്ലാമികമല്ല, അനിസ്ലാമികമാണ്. അപ്പോൾ ഇസ്ലാം മതവിശ്വാസികൾ പുതുവത്സരാഘോഷങ്ങളിൽ പങ്കെടുക്കരുത് എന്നൊരു ഫത്വ ഉണ്ടായിരുന്നു. ആ ഫത്വ ഇതുപോലുള്ള ഇസ്ലാമിക് സ്റ്റേറ്റ് പോലുള്ള ഭീകര സംഘടനകൾ പറഞ്ഞു പോരുന്നതാണല്ലോ. അവരുടെ ഒരു രീതിയാണ് ഈ ഫത്വ എന്നൊക്കെ പറയുന്നത്. അപ്പം അവരുടെ ആപ്പ് വഴി ഇത്തരം ആഘോഷങ്ങൾക്കെതിരെ ഫത്വ ഇറക്കിയതൊക്കെ ഈ ഭീകരർ കണ്ടിട്ടുണ്ടാവും, ചാവേറുകളായി പ്രവർത്തിക്കുന്ന ആളുകൾ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്കൊരു പണി കൊടുക്കാം എന്ന് ഭീകരർ കരുതിയതാണ് എന്ന് വേണം കരുതാൻ. കാരണം ഇതിനു മുമ്പ് September 11 ഒരു ആക്രമണം ഇസ്ലാമിസ്റ്റുകൾ അവിടെ നടത്തിയതാണല്ലോ. ഇസ്ലാമിസ്റ്റുകളുടെ ഇത്തരം ഭീകരതയ്ക്ക് എപ്പോഴും ഒരു കേന്ദ്രമായിട്ടാണ് അവർ അമേരിക്കയെ കരുതുന്നത്. കാരണം എല്ലാ സ്ഥലത്തും ഇസ്ലാമിക് സ്റ്റേറ്റ് എവിടെയൊക്കെ ഉടലെടുത്തിട്ടുണ്ടോ അവിടെയൊക്കെ അതിനെ നശിപ്പിക്കാൻ പുറപ്പെട്ടിറങ്ങിയ ശക്തിയാണ് അമേരിക്ക. അപ്പോൾ അമേരിക്കയോട് തീരാത്ത പക ഇസ്ലാമിക് സ്റ്റേറ്റിനുണ്ട്. പുതുവത്സര ആഘോഷങ്ങൾക്കെതിരെ ഫത്വയും ഉണ്ടായിരുന്നു. അതെല്ലാം കൂടി കൂട്ടി വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏതാണ്ട് പിടികിട്ടും. ഇനിയിപ്പോൾ അന്വേഷണം നടക്കുകയാണ്, കൂടുതൽ വിവരങ്ങൾ അപ്പോഴേക്കും നമുക്ക് അറിയാൻ കഴിയും. എന്തായാലും അതിൻ്റെ പിന്നിൽ IS സ്ലീപ്പർ സെല്ലുകളാണ്. ഇത് ഈ ജബ്ബാറിൻ്റെ പിന്നിലും മറ്റേ ലാസ് വെഗാസ് ആക്രമണത്തിൻ്റെ പിന്നിലുമൊക്കെ ഒരേ ശക്തികളാണെന്നുള്ള കാര്യത്തിലൊന്നും തർക്കമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.